ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും ഇപ്പോൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ അവർക്കിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്ത് കാര്യമായാലും അതിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ നമ്മളോട് കാർഡ്സ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് യൂണിവേഴ്സ് പറയാനായിട്ട്, അതായത് കാർഡ്സും നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വഴിക്ക് വിടുക എന്ന് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ വ്യക്തി എന്തുകൊണ്ടാണ് എന്നിൽ നിന്നും ഇപ്പോൾ അകന്നു പോകുന്നത്, ഇനി വേറെ ആരെങ്കിലും പുതിയ ആൾക്കാർ വല്ലതും കിട്ടിയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ, ഇനി ഞാൻ പോരെ, അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുന്നത്. പക്ഷേ ഇവർക്ക് അതല്ലാതെ തന്നെ, അതായത് ആ ഒരു നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അല്ല. അതായത് ഈ വ്യക്തിക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവരുടെ വഴിക്ക് വിടൂ എന്ന് തന്നെയാണ് ഇവിടെ നമ്മളോട് കാർഡ്സ് പറയുന്നത്. ഓക്കെ, അല്ലാതെ അവരിങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇപ്പോൾ അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവരെ നമ്മൾ പിടിച്ചു വെച്ച് സംസാരിക്കില്ലേ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. അതായത് ഇപ്പോൾ അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ, സംസാരിക്കേണ്ടതില്ല. ചിലപ്പോൾ ഇവർ സംസാരിക്കാൻ, അതായത് നിങ്ങൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഇവർക്ക് വേറെ കുറേ കാര്യങ്ങൾ തിരക്കിലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ലൈഫിലെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്ന് തന്നെയാണ്. അല്ലാണ്ട് റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് പൂർണ്ണമായിട്ടും ഒരു പ്രയോറിറ്റി തരണം എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല ഇപ്പോഴത്തെ അവരുടെ സാഹചര്യം നോക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ശ്രമിക്കുന്നത് വളരെയധികം സമാധാനമായിട്ട് ഇരിക്കൂ എന്ന് തന്നെയാണ്. അതായത് ഈ വ്യക്തിയെ വിട്ടുകളയുന്ന രീതിയിലേക്ക് കൊണ്ടുവരൂ എന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഈ വ്യക്തി എനിക്കുള്ളതാണെങ്കിൽ എന്നിലേക്ക് തന്നെ ഈ വ്യക്തി സമയമാകുമ്പോൾ തിരികെ വരും എന്നാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അല്ലാതെ ഈ വ്യക്തിയെ ബലം പ്രയോഗിച്ച്, അതായത് എൻ്റെ കൂടെ തന്നെ നിൽക്കണം, ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, എനിക്ക് സങ്കടങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതം നിറയും നിങ്ങൾ പോയാൽ, അങ്ങനെയൊക്കെ ഈ വ്യക്തിയോട് പറഞ്ഞ് ഈ വ്യക്തിയെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യൂ എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു ഗ്യാപ്പ് നിങ്ങളുടെ ഇടയിൽ വേണം എന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾ വിട്ടുകളയുന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ രണ്ടുപേരെയും കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരാനായിട്ട് പോകുന്നു. അതായത് രണ്ടുപേരുടെയും വില എന്താണെന്നും രണ്ടുപേരുടെ സ്നേഹത്തിന് എത്രത്തോളം ആഴമുണ്ടെന്നും എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് ഈ വ്യക്തിയെ നിങ്ങൾ വിട്ടുകളയുമ്പോൾ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വ്യക്തിക്കും നിങ്ങളുടെ സ്നേഹം മനസ്സിലാകണം. അതായത് ഈ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്കും മനസ്സിലാക്കണം. ഓക്കെ, അല്ലാണ്ട് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതായത് നമ്മളുടെ മനസ്സിലും, അതായത് നമ്മുടെ ഹൃദയത്തിലും ആ വ്യക്തിയോടുള്ള ഒരു ആത്മാർത്ഥതയൊക്കെ വേണം നമുക്ക്. അല്ലാണ്ട് ഈ വ്യക്തി ഇപ്പോൾ കുറച്ചങ്ങോട്ട് മാറി നിന്ന് അപ്പോൾ തന്നെ എന്നോട് സ്നേഹമില്ല, അതൊക്കെ ഒരു ലവ്, അതായത് ഒരു പ്യുവർ ലവ്, ഒരു സ്നേഹം അങ്ങനെയൊക്കെ നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അതായത് ഈ വ്യക്തി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടേതായ സ്പേസ് ഇവർക്ക് കൊടുക്കൂ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് ഇവരെപ്പോൾ ആഗ്രഹിക്കുന്നത്. അതായത് എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും, അതിനു വേണ്ടി എനിക്ക് കുറച്ച് സമയം തരൂ എന്നാണ് ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നുള്ളത് ഈ വ്യക്തിക്ക് വളരെയധികം പേടിയുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയൊരാൾ വന്നു, ആ വ്യക്തിയുടെ ഒപ്പം ഈ വ്യക്തി പോകുന്നു, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഓക്കെ, ഇപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഈ വ്യക്തി നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. അതായത് ഒരു തവണ പോയിട്ട് വീണ്ടും തിരികെ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ്. അപ്പോൾ
അതായത് ഇവരുടെ വഴിക്ക് വിടൂ എന്ന് തന്നെയാണ് പറയുന്നത്. ഇവരുടെ കാര്യങ്ങൾ, ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അത് ഇവരെ ചെയ്യാനായിട്ട് അനുവദിക്കൂ എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും, അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഈ വ്യക്തിയെ ഞാൻ വിടുന്നു എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സുമൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം എന്ന് തന്നെയാണ്. അതായത് ഈ വ്യക്തിയെ വിട്ടുകളഞ്ഞ് ഈ വ്യക്തി അപ്പം തന്നെ ഓടിപ്പോകും എന്നല്ല പറയുന്നത്. ഇവർക്ക് ഇവരുടേതായ ടൈം കൊടുക്കൂ എന്നാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ബി ചിലപ്പോൾ വീട്ടുകാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. അതായത് ഫാമിലി പരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കാണാം. അതേപോലെ വേറെ എന്തെങ്കിലും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ നോക്കുന്ന ഒരു സാഹചര്യമാകാം. ചിലപ്പോൾ അവർക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ഒരു രീതിയിലേക്കായിരിക്കാം. അതായത് അവരുടെ ജീവിതത്തിൽ അതായത് ഓരോരുത്തർക്കും ഓരോ ബൗണ്ടറീസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, അതായത് ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനായിരിക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഇത് തന്നെ ആവണമെന്നൊന്നുമില്ല, ഈ വ്യക്തിക്ക് എന്തോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ഈ വ്യക്തിക്ക് സമയം കൊടുക്കൂ എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഓടിക്കയറിപ്പോയിട്ട് ഈ വ്യക്തിയോട് അപ്പം തന്നെ തല്ലുപിടിക്കുക. അതായത് നിങ്ങളോട് സംസാരിക്കാൻ ചിലപ്പോൾ സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തല്ലുപിടിക്കുക. അതൊക്കെ ഈ വ്യക്തിയെ വളരെയധികം വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്ട്രെസ് കൊടുക്കുന്ന രീതിയിലേക്കാണ് ആ ഒരു കോൺവെർസേഷൻ കൊണ്ടുപോയി എത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അതായത് ആ വ്യക്തിയുടെ ബൗണ്ടറീസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, അല്ലാണ്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പോയി ഇടപെടാതെ ഇരിക്കുക എന്ന് തന്നെയാണ്. അതായത് ഈ വ്യക്തിയെ അതൊക്കെ വളരെയധികം മുഷിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എല്ലാ കാര്യത്തിലും ഈ വ്യക്തിയുടെ കാര്യങ്ങളിലൊക്കെ പോയി ഇടപെടുകയും അതിൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുന്നുണ്ടാവില്ല, പക്ഷേ ഈ വ്യക്തിക്ക് അങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്. അതായത് ഈ വ്യക്തിയെ കൊണ്ട് അത് ചെയ്യാനായിട്ട് അനുവദിക്കൂ എന്നാണ് പറയുന്നത്. എൻ്റെ കാര്യങ്ങൾ എന്നെ ചെയ്യാൻ അനുവദിക്കൂ, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, എനിക്കെല്ലാം ചെയ്യാനായിട്ട് എനിക്കറിയാം. അപ്പോൾ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തൊന്ന് അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം മാത്രം പറയുക, അല്ലാണ്ട് അത് അങ്ങനെ ചെയ്തൂടെ എന്ന് ചോദിച്ച് ഈ വ്യക്തിയെ വളരെയധികം ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കുക. ഓക്കെ, അതായത് ഇവരുടെ ഒരു മാനസിക സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഒറ്റയ്ക്കിരിക്കാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് തോന്നുന്നു. ഒറ്റയ്ക്കിരിക്കുന്നതാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ബൗണ്ടറീസിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യും. ഓക്കെ, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാവണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ നേരെ തിരിച്ചായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യാതെ ഇരിക്കൂ എന്നാണ് അതായത് ഇവിടെ നമ്മളോട് കാഴ്ച പറയുന്നത്. ഈ വ്യക്തിയെ ഡിസ്റ്റർബ് ചെയ്ത് അവരുടെ ഒരു അന്നത്തെ മൂഡ് കളയുന്ന രീതിയിലേക്ക്, അതായത് ശരിയാണ് അതായത് നിങ്ങൾ സ്നേഹത്തോടു കൂടിയായിരിക്കാം അപ്രോച്ച് ചെയ്യുന്നത്. ഈ വ്യക്തിയോട് വളരെയധികം സ്നേഹം നിങ്ങൾക്കുണ്ട്. പക്ഷേ അതിലൊരു കുറച്ച് ആ ഒരു സ്നേഹത്തിൻ്റെ ഒരളവ് കുറച്ച് കുറയ്ക്കാം എന്നാണ് ഇവരിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവരുടെ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഡിസ്റ്റൻസ് ഈ വ്യക്തിയിൽ നിന്നും ഇട്ട് നിൽക്കൂ എന്ന് തന്നെയാണ് ഇവിടെ കാഴ്ച പറയുന്നതും ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും. ഈ വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തേ തീരൂ. ഓക്കെ, പിന്നെ പ്രാർത്ഥിക്കുക. ഈ വ്യക്തി തിരികെ വരാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ അതായത് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി വരും എന്നൊക്കെ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും തേർഡ് പാർട്ടിയുടെ ഒരു സാന്നിധ്യവും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ പ്രശ്നങ്ങൾ മാറണം എങ്കിൽ ഈ വ്യക്തിയുടെ ബൗണ്ടറീസിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ അവരുടെ പുറകെ പോയിട്ട് എല്ലാ സമയവും അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക്, അതായത് ഇപ്പോൾ ഈ വ്യക്തി വളരെ കമ്മ്യൂണിക്കേഷനോ മറ്റുള്ളവരായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇവർക്ക് ഇവരുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ആരെയും കടത്തിവിടാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ,
അപ്പോൾ നിങ്ങളൊരു പെർഫെക്റ്റ് പാർട്ട്ണർ ആവണമെങ്കിൽ ഈ വ്യക്തിയെ കൂടുതൽ മനസ്സിലാക്കാൻ ഇനിയുമുണ്ട് എന്ന് തന്നെയാണ്. ഈ വ്യക്തിയുടെ കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവം എന്താണെന്നും ഇവർക്ക് വേണ്ടത് എന്താണെന്നും ഇവർ മറ്റുള്ളവരിൽ നിന്നും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർ നിങ്ങളിൽ നിന്നും അകലുന്നതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാരണം. ഓക്കെ, അപ്പോൾ വളരെയധികം, അതായത് ഈ വ്യക്തിയോട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ സംസാരിക്കാം, പക്ഷേ നിങ്ങളുടെ ആ ഒരു വെപ്രാളം അത് കുറക്കൂ എന്നാണ് പറയുന്നത്. വളരെ സമാധാനത്തോടുകൂടി ഈ വ്യക്തിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയെ വളരെയധികം ഇങ്ങനെ അഡ്വൈസ് ചെയ്ത് അങ്ങനെ തന്നെ ചെയ്യൂ എന്ന് പറയാതെ ഈ വ്യക്തിക്ക് എന്താണ് വേണ്ടത്, ഈ വ്യക്തിയുടെ അഭിപ്രായം, ഈ വ്യക്തിക്ക് എന്താണോ അതിൽ ചെയ്യേണ്ടത്, ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവയ്ക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചറിയൂ, അതിനെ സപ്പോർട്ട് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക് ഒരു സപ്പോർട്ടിങ് പാർട്ട്ണറിനെയാണ് വേണ്ടത്, തൻ്റെ ബൗണ്ടറീസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളെയാണ് വേണ്ടത് എന്ന് തന്നെയാണ്. എന്നാൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ ഇനി വരുള്ളൂ. അല്ലാതെ നിങ്ങൾ ഭയങ്കര അധികം വെപ്രാളം പിടിച്ചു പോയി ഈ വ്യക്തിയുടെ കാര്യങ്ങൾ ചോദിച്ചറിയിക്കില്ല, ഭയങ്കര അഡ്വൈസ് ചെയ്ത് അങ്ങനെ തന്നെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഈ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യുക. അവർ റിലീസ് ചെയ്യൂ എന്ന് തന്നെയാണ് പറയുന്നത്. അവരെ അവരുടെ വഴിക്ക് വിടൂ, അപ്പോൾ അവർ തന്നെ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ വിഷമിക്കാനോ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, പ്രാർത്ഥിക്കുക. നേരത്തെ പറഞ്ഞ പോലെ വെപ്രാളങ്ങളൊക്കെ വിടുക. നിങ്ങളുടെ കാര്യങ്ങളിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വ്യക്തിയോട് സമാധാനമായിട്ട് സംസാരിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു.